എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു ക്രിസ്റ്റ കൺവേർഷനാണ്. ഒരു ടൈപ്പ് 1 മോഡൽ ക്രിസ്റ്റനെ ടൈപ്പ് 2ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവേർഷനാണിത്. നമുക്കറിയാവുന്ന പോലെ ടൊയോട്ട വെഹിക്കിൾസിൻ്റെ കൺവേർഷൻ വളരെ ഈസിയാണ്. ഒരു ബമ്പറും ചെറിയ ബ്രാക്കറ്റ്സും ഫോഗ് ലാമ്പിൻ്റെ കവറും എല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടുത്ത ലുക്കിലേക്ക് പോകും. അതിപ്പോൾ നമ്മുടെ ക്രിസ്റ്റ, ഇന്നോവ, ടൊയോട്ട ഈ വണ്ടികളിലെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ടൈപ്പ് 1 മോഡലാണ്. 2017 മോഡൽ വണ്ടിയാണ്. ഇതിനെ നമ്മൾ 2022 മോഡലിലേക്ക് മാറ്റുകയാണ്. 2023, 24 ആ ഒരു മോഡലിലേക്ക് ടൈപ്പ് 3ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കസ്റ്റമറുടെ പേഴ്സണലായിട്ട് ടൈപ്പ് 2 താല്പര്യം ഉണ്ടായിട്ടാണ് അതിലേക്ക് മാറ്റുന്നത്. നമുക്കും പേഴ്സണലായിട്ട് ടൈപ്പ് 2 ആണ് കുറച്ചുകൂടെ ഇഷ്ടം. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഗ്രില്ല് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബമ്പർ, അതേപോലെ ഈ ഫോഗ് ലാമ്പിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം മാറുന്നുണ്ട്. ഈ പഴയ ഫോഗ് ലാമ്പ് തന്നെ നമുക്ക് പുതിയ കിറ്റിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതിനായിട്ട് പ്രത്യേകം പൈസ ചിലവാക്കണമെന്നില്ല. ഇൻ കേസ് ഒരു പുതിയ മോഡൽ ഫോഗ് ലാമ്പ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 4500 രൂപ ബഡ്ജറ്റിൽ നമുക്കൊരു പുതിയ ഫോഗ് ലാമ്പ് ആക്കാം. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ബമ്പറും കുറച്ച് ബ്രാക്കറ്റ്സും ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ കൺവേർഷൻ ഫുള്ളായിട്ട് തീർന്നു കിട്ടും. പിന്നെ നമുക്ക് ബാക്കി ഈ വണ്ടിയിലായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് പെയിൻറ്റ് കറക്ഷൻസ് ഉണ്ട്. പെയിൻറ്റ് ഓൾറെഡി നന്നായിട്ട് ഡാമേജ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് കുറച്ച് പെയിൻറ്റിങ് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ 2 ഡോറും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഗാർനെറ്റ് റെഡ് എന്ന് പറഞ്ഞ കളറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സെയിം കളർ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് കറക്റ്റ് പെയിൻറ്റ് മാച്ച് ചെയ്തായിരിക്കും ഇത് പെയിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ വണ്ടിക്കായിട്ട് പോളിഷിംഗ് വർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബമ്പർ ഇതിനോടൊപ്പം കാണാം. അപ്പോൾ കൺവേർഷൻ ആവശ്യമായിട്ട് നമ്മുടെ പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറാണ് നമുക്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ളത്. ഈ ഭാഗത്ത് വരുന്നൊരു വെസൽ നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന ഭാഗങ്ങളെല്ലാം മാറ്റ് ബ്ലാക്കിലായിരിക്കും ചെയ്തിട്ടുള്ളത്. വണ്ടിൻ്റെ കറക്റ്റ് കളർ കോഡിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ നോക്കാം. ക്രിസ്റ്റേൻ്റെ പെയിൻറ്റിങ് വർക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ പാനൽസും നമ്മൾ ബൂത്തിലാണ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് പഴക്കം ചേർന്ന വണ്ടിയാണ്ട് കളർ മിസ്മാച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാനലെല്ലാം കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ആവശ്യത്തിൽ അധികമായിട്ടുള്ള പാനൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒട്ടും കളർ ഡിഫറൻസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാലപ്പഴക്കം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്താലും ചെറിയൊരു ഡിഫറൻസ് എന്തായാലും വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാനലും കൂടെ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കട്ടിങ്ങും പോളിഷിങ്ങും ആണ്. നമ്മൾ പെയിൻറ്റ് അടിച്ച് വെച്ചിരുന്ന പാനക്ക് വാട്ടർ കട്ടിംഗ് ആണ്. 1000-ൻ്റെയും 2000-ൻ്റെയും പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടി മുഴുവൻ കട്ട് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പിന് ശേഷം വരുന്നത് പോളിഷിംഗ് ആണ്. ഒരു 3 സ്റ്റെപ്പ് പോളിഷിങ്ങും അതേപോലെ വാട്ടർ മാർക്ക് റിമൂവലും എല്ലാം ചെയ്യുന്ന നേരത്ത് വണ്ടി പഴയ പ്രതാപത്തിലോട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതിനൊരു ടെയിൽ ലാമ്പും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. Q8 മോഡൽ ടെയിൽ ലാമ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ വണ്ടീൻ്റെ വർക്കെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വണ്ടീൻ്റെ ഔട്ട് ഇതാണ് വരുന്നത്. അങ്ങനെ ക്രിസ്റ്റയുടെ കൺവേർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി. പെയിൻറ്റിങ്ങും പോളിഷിങ്ങും വർക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ടെയിൽ ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, Q8 ടെയിൽ ലാമ്പ്. അതും കൂടി ഈ കളറിന് കറക്റ്റായിട്ട് മാച്ച് ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതേപോലെയുള്ള കൺവേർഷൻ കിറ്റ് ആവശ്യമാണെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.